ഡൽഹിയിൽ നിർണായക ചർച്ച നടക്കുന്നു. സുപ്രധാനമായ തീരുമാനമുണ്ടാകും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ടാണ് ആദ്യം രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഏതാണ്ട് 15 മിനിറ്റോളം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഈ രാഹുൽ ഗാന്ധിയുമായി തൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുന്നതിനുള്ള അവസരം ലഭിക്കുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 10 ജൻപത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത്. അതിൽ അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു തൻ്റെ അഭിപ്രായം കൃത്യമായി തന്നെ തനിക്ക് ഈ രാഹുൽ ഗാന്ധിയോട് പറയാൻ വേണ്ടി കഴിഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ശേഷം കെ സുധാകരനെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 10-15 മിനിറ്റോളം രാഹുൽ ഗാന്ധി കേരളത്തിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഈ നേതാക്കളുടെ അഭിപ്രായം തേടുന്നുണ്ട് എന്നാണ് തിരുവഞ്ചൂരിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായവും രാഹുൽ ഗാന്ധി തിരുവഞ്ചൂരിനോട് ചോദിച്ചിരുന്നു. പക്ഷേ അത് ആരാണ്, ഏത് മറുപടിയാണ് നൽകിയതെന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറായിട്ടില്ല. പക്ഷേ തൻ്റെ മറുപടി കൃത്യവും വ്യക്തവുമായി രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ആ ബൈറ്റ് നമ്മുടെ പക്കലുള്ളതാണ്. അത് ഇതിനുശേഷം പ്ലേ ചെയ്യാവുന്നതാണ്. ഏതായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുകയാണ്. 10 ജൻപത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ കൂടിയാലോചനകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്തത് കെ സുധാകരനുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സുധാകരൻ്റെ അഭിപ്രായം കഴിഞ്ഞതിന് ശേഷം മറ്റ് നേതാക്കൾ, അതായത് MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഈ 10 ജൻപത്തിലുണ്ട്. നേരത്തെ MM ഹസനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരേ വാഹനത്തിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ ഹസന്റെ ഊഴം താമസിക്കാൻ സാധ്യത ഉള്ളതിനാലാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 10 ജൻപത്തിൽ നിന്ന് കേരള ഹൗസിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ശ്രീജ. ശരി ബാലു, നമുക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മടങ്ങുമ്പോൾ സംസാരിച്ചത് കേൾക്കാം. രാഹുൽ ഗാന്ധി आगे बढ़ा भाई गाड़ी को തീരുമാനം എപ്പോൾ ഉണ്ടാവും? गेट के बीच में नहीं भाई गाड़ी आगे चलो ഞാൻ കണ്ടു. അല്ലല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള അല്ല 1 to 1 ആയി പറഞ്ഞു ഇനിയിപ്പോ പോണം. ടിക്കറ്റ് എടുത്തില്ല, പോകും. എന്നോട് ചോദിച്ചു. ഓരോരുത്തരെയായാണ് രാഹുൽ ഗാന്ധി കാണുന്നത്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ മാധ്യമങ്ങൾ കണ്ടതാണ്. അപ്പോഴത്തെ അദ്ദേഹം സംസാരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അടുത്ത ആളുകളെ ഓരോരുത്തരെയായി കാണുന്നുണ്ട്. ബാലു, ഇതിപ്പോൾ ഇന്ന് വന്നവരെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവരിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിനോട് അടുപ്പം സൂക്ഷിക്കുന്നവരാണ്. KC വേണുഗോപാലിന്റെ സ്വന്തം ആളുകളാണ്. അപ്പോൾ ഈ അഭിപ്രായ രൂപീകരണം എന്ന് പറയുന്നത് KCയിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴിയായി മാറുകയാണോ? ശ്രീജ, എന്താണ് ചോദിച്ചത്? അതായത് ഒറ്റ പേരിനെ സംബന്ധിച്ചാണോ ചോദിച്ചതെന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. ഏതായാലും ഈ സോണിയാഗാന്ധിയുടെ വസതിയിൽ മറ്റൊരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. സോണിയാഗാന്ധിയുടെ എസ്കോർട്ട് വാഹനം അത് പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ അതിൽ വലിയ കാര്യമില്ല. ഈ നേരത്തെ തന്നെ ഈ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. ആ വാഹനം ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അങ്ങ് അകലേക്ക് നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ സുധാകരൻ്റെ വിശ്വസ്തനായ സുധാകരൻ്റെ ഡൽഹിയിലെ സന്തത സഹചാരിയായ ജോർജിനാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ജോർജ് സുധാകരനെ ഇവിടെ കൊണ്ടുവന്നതായിരുന്നു. നേരത്തെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ശേഷം കെ സുധാകരനിൽ നിന്ന് അഭിപ്രായം രാഹുൽ ഗാന്ധി കേൾക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും സുധാകരൻ്റെ ഊഴമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തൻ്റെ അഭിപ്രായം അറിയിക്കുന്നതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്.